ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു ചാനലായ പത്തൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായി സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു. ഇവിടെ അൽഹംദുലില്ലാ ഞാനും സേഫാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡിഷായിട്ടാണ്, അതായത് വേറെ ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെമിത്ത, അതായത് ഷെമീസ് കിച്ചണിലെ ഷെമിത്താനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഷെമിത്ത് ഇന്നലെ ഒരു ഡിഷ് ഉണ്ടാക്കി, ഒണിയൻ ചീസ് റിങ്സ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ എൻ്റെ ആഗ്രഹം, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്ര കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എങ്കിലും ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഷെമിത്താടെ ഡിഷ് എന്തായാലും നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ സവോളൊക്കെ ഇതേപോലെ റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ അല്ലിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിതേപോലെ ബ്രെഡ് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് മൈദ നമുക്ക് 2 ബൗളിലായിട്ട് എടുക്കാം. ഒരു ബൗളിൽ ഒരു ബാറ്റർ തയ്യാറാക്കാനും ഒരു ബൗളിൽ നമുക്ക് വെറുതെ ഫ്രീ ആയിട്ടും നമുക്ക് ഈ മൈദ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചീസാണ്, മൊസറല്ല ചീസോ അതൊക്കെ സാധാരണ നമുക്ക് സ്ലൈസ് ആയിട്ടുള്ള ചീസോ എടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി സവാളയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ച് എടുക്കണം. ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് നമുക്കൊരു സ്വല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് സവാള റൗണ്ട് ഷേപ്പിൽ മുറിച്ച് അതിങ്ങനെ നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഓരോ വളയത്തിൻ്റെ ഉള്ളിലേക്കും ഇതേപോലെ ചീസ് സ്ലൈസ് ചെയ്ത് മുറിച്ച് നീളത്തിൽ നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള സവാളയുടെ റിങ് മാറ്റി അതിന് ശേഷമുള്ള റിങ് വെച്ച് കൊടുത്ത് ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റാക്കി വെച്ച് ഓരോന്നും മാറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ചീസ് എടുത്ത് ഉടനെ തന്നെ ആക്കുകയാണ് നല്ലത്. അപ്പോൾ സ്റ്റിക്കായിട്ട് വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ എളുപ്പമാണ്. അതല്ലെങ്കിൽ കൈമൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ കൈമൊക്കെ ഒട്ടിപ്പിടിച്ചാക്കാൻ കുറച്ച് പാടുപെടും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കുറച്ച് മൈദ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അത് ഞാൻ കാണിച്ചിരുന്നു ആദ്യമേ തന്നെ. 2 പാത്രത്തിലായിട്ട് കുറച്ച് മൈദ കാട്ടിയിരുന്നു, ഒന്ന് ഫ്രീ ആയിട്ടും നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാനും. അപ്പോൾ ഇതേപോലെ വെള്ളമൊഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ കുറച്ച് ലൂസാക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കും. ഇനി നമ്മൾ ഓരോ സവാള റിങ്ങും എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ മൈദ കലക്കി വെച്ചതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം വേറെ ഫ്രീ ആയിട്ട് നമ്മൾ മൈദ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്കും കൂടി ചെയ്തിട്ട് അതിലേക്കും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മൈദ വരത്തൊക്കെ വേണം നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എഗ്ഗും മല്ലിയിലൊക്കെ കൂടിയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്കും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതാവും നല്ലത്, അല്ലെങ്കിൽ കൈമൊക്കെ ആകെ ബ്രെഡ് ക്രംസും ഇതൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ഓരോ റോളും ശരിയാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാനിതെല്ലാം സവാള റിങ്സ് ഇതേപോലെ കോട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചട്ടി എടുത്തിട്ട് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യരുത് കേട്ടോ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് നല്ലത്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിലൊക്കെ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി അത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ഓവറായിട്ടുള്ള തീ വേണ്ട, ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നല്ല രീതിയിൽ മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിൽ നിന്ന് കോരിയെടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ തയ്യാറാക്കിയ ഓണിയൻ ചീസ് റിങ്സൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഷേപ്പിൽ ഷെമിത്ത് ഉണ്ടാക്കിയ അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും ടേസ്റ്റിൽ പറയാൻ പറ്റില്ല. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ചീസ് റിങ്സാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ്, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്നേഹത്തോടു കൂടി. താങ്ക് യു.